ഹലോ, ഗ്ലോറിയ വൈബിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഗ്ലോറിയയിലല്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ വയനാടിൻ്റെ ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാവുന്ന അമ്പലവയൽ പൂപ്പൊലിക്കായിട്ട് പോവാണ്. ജനുവരി 1 മുതൽ 15 വരെയായിരുന്നു കേട്ടോ. ലാസ്റ്റ് നിമിഷമാണ് ഞങ്ങൾ പോകുന്നത്. സമയം 6:30 അപ്പോഴാണ് ഞങ്ങളുടെ തീരുമാനമൊക്കെ മാറിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലോറിയയിൽ നിന്ന് രാവിലെയാണ് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ മടുപ്പും കാര്യങ്ങളും ഒന്ന് ഉറങ്ങാന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ വന്നതാണ്. അപ്പോൾ റോനൂസിനും പോപ്പിക്കും പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോകാനൊക്കെ ആയിട്ട് ഇറങ്ങി. വണ്ടിയിൽ എണ്ണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിൽ നിർത്തി ഡീസൽ അടിച്ചിട്ട് പോവാണ്. ഞാനും ചേട്ടായും പിള്ളേരും മാത്രമല്ല, എൻ്റെ ബ്രദറും അമ്മയും പിന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ടും അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ടു. ഭയങ്കര തിരക്കാണ്, ലാസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കണം. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നടക്കാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂപ്പൊലിയുടെ എൻഡിലാണ് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. കാരണം ഭയങ്കര തിരക്കാണ് കേട്ടോ. വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് വണ്ടി ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എൻഡിൽ കൊണ്ടുവന്നാണ് നിർത്തിയിട്ടേക്കുന്നത്. ഇനി പൂപ്പൊലിയുടെ സ്റ്റാർട്ടിങ് വരെ നടക്കണം. സ്റ്റാർട്ടിങ്ങിലാണ് കൗണ്ടർ ഉള്ളത്. റോനസും പോപ്പിയൊക്കെ ഇപ്പോൾ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. പൂപ്പൊലിയുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലെ 2.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. നടന്ന് എൻഡിൽ വന്നാലേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. തിരിച്ച് ഇറങ്ങാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയാണ് അവിടുത്തെ സെറ്റപ്പ് എല്ലാം. ഞാൻ പൂപ്പൊലിക്ക് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് വരുന്നത് +2 പഠിക്കുമ്പോഴാണ്. +2 ഇവിടെ തന്നെയാണ് പഠിച്ചത്. അമ്പലവയൽ ഡാർവിൻ കോളേജിലാണ് പഠിച്ചത്. അങ്ങനെയാണ് ആദ്യമായിട്ട് പൂപ്പൊലിക്ക് വരുന്നത്. പിന്നെ 2-3 പ്രാവശ്യം വന്നിട്ടുള്ളൂ. റോനൂസും പോപ്പി അത് വാങ്ങിത്താ ഇത് വാങ്ങിത്താന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്നോ വന്ന ഒരാളെ പോലെ ക്യാമറയൊക്കെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 2-2.5 കിലോമീറ്ററോളം ഇതും തൂക്കി പിടിച്ച് പിള്ളേരെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് എൻഡിങ്ങിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും വാങ്ങിത്തരാടാന്നൊക്കെ പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. വാശി പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. എല്ലാ വർഷവും ജനുവരി 1 വീക്കിൽ തന്നെ പൂപ്പൊലി ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ഇതിനകത്ത് പല കളക്ഷൻ, പൂക്കളുടെ തന്നെ ചെടികളുടെ തന്നെ പല കളക്ഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ അപേക്ഷിച്ച്, മുന്നത്തെ പൂപ്പൊലിയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ അത്ര മികച്ചതായിരുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ ലൈറ്റൊക്കെ ഗംഭീരമായിരുന്നു. രാത്രി ആയതുകൊണ്ട് ആ ലൈറ്റിൻ്റെ പവറൊക്കെ നന്നായിരുന്നു. സ്റ്റാർട്ടിങ് തന്നെ പൂക്കളുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഡാലിയായിരുന്നു. ഡാലിയയുടെ ഒരു വലിയൊരു ശേഖരം അല്ലെങ്കിൽ കളക്ഷൻ തന്നെ പറയാം. ഒത്തിരി ഉണ്ടായിരുന്നു. ഇത് ചെറിയ ജമന്തി പല കളറിലുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ജമന്തി, അതുപോലെ തന്നെ ഡാലിയയുടെയൊക്കെ പല നിറത്തിലും വലിപ്പത്തിലൊക്കെ ആയിട്ട് നന്നായിട്ട് ഉണ്ടായിരുന്നു. പൂപ്പൊലി എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അവിടെയാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് പോയത്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല ആരെയും. വീഡിയോ ഒക്കെ എടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും തിരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ അയൽവാസി, പണ്ട് നമ്മുടെ വീടിനൊക്കെ അടുത്ത് താമസിച്ചിരുന്ന മനോജേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. മനോജേട്ടനും കുടുംബവും ഉണ്ടായിരുന്നു. അവരെ കാണാൻ പറ്റി. അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. ടൈം അറിയാതെ ആരും വിഷമിക്കേണ്ട. ഇവിടെ ഫ്ലവേഴ്സ് വെച്ച് തന്നെ ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കറങ്ങുന്നതാണ് കേട്ടോ. 8:16 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോപ്പിക്കുട്ടൻ സൈഡായിട്ടുണ്ട്. പോപ്പിക്കുട്ടൻ പാപ്പൻ്റെ തോളത്ത് കയറിയിട്ടാണ് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. മടുത്തായിരുന്നു, എടുക്കാൻ കുറേ പറഞ്ഞ് വാശി പിടിച്ചു. പിന്നെ അങ്ങനെ ആങ്ങളെ അതാ എടുത്ത് നടക്കുവാണേ. റോനൂസും പോപ്പി ഐസ്ക്രീം കണ്ടപ്പോൾ അവിടെ സ്റ്റെക്കായേ. റോനൂസും പോപ്പിയും മാത്രമല്ല, ഞങ്ങളും അവിടെ നിന്നു. ഞാൻ മാംഗോ ഫ്ലേവറാണ് വാങ്ങിച്ചത്. മാംഗോ ഫ്ലേവർ മാത്രമല്ല, വാനില, സ്ട്രോബെറി, ചോക്ലേറ്റ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. കുട്ടികളുടെ പാർക്കായിരുന്നു അവിടെ. പാർക്കിൽ കയറിയതും വലിയൊരു ട്രെയിൻ കണ്ടു. ട്രെയിനിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോപ്പിക്കൂട്ടൻ അപ്പേനെയും പാപ്പനെയൊക്കെ വലിച്ചു കയറ്റി. എല്ലാവരും കയറിയിരിപ്പുണ്ട്. ട്രെയിൻ മാത്രമല്ല, ഒത്തിരി റൈഡ് ഉണ്ടായിരുന്നു. പിള്ളേരുടെ ബോട്ടിംഗ് ആണ് കാണുന്നത്. പോപ്പിക്കുട്ടനും റോനീസിനും ഇറങ്ങണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നിർബന്ധിച്ചില്ലായിരുന്നു. ഒത്തിരി സ്റ്റാൾസ് ഉണ്ടായിരുന്നു. പിന്നെ മുണ്ടക്കൈ ചൂരൽമല മണ്ണിടിച്ചിലിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പണ്ട് സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ കഴിച്ചിരുന്ന മിഠായികളുടെ ഒരു സ്റ്റാള് കണ്ടു. അവിടെ ഒത്തിരി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 5-6 പാക്കറ്റൊക്കെ ഞാൻ വാങ്ങിച്ചു. ഇടയ്ക്കൊന്ന് എൻ്റെ ഹസ്ബൻഡിനെ കാണാതെയായിട്ടുണ്ട്. നോക്കുമ്പോൾ സ്റ്റാർ സിംഗേഴ്സിലെ കുറച്ച് സ്റ്റാർസ് അവിടെ വന്നിട്ടുണ്ട്. അവരുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ആളെ പിടികിട്ടിയത്. പിന്നെ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇവരുടെ പ്രോഗ്രാം നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയില്ല. അവിടെ തിരക്കായതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നേരം പാട്ട് കേട്ടു. അതിനുശേഷം നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രദറിന് പെട്ടെന്നൊരു വയറുവേദനയൊക്കെ ആയിട്ട് അങ്ങനെ വേഗം പുറത്ത് ചാടി ഹോസ്പിറ്റലിൽ ടെസ്റ്റുകളൊക്കെ ചെയ്തു, ഇഞ്ചക്ഷനൊക്കെ എടുത്തു. 10-11 മണി ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി. ഓക്കെ, താങ്ക് യു.